ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് 1-2 മാസമായിട്ട് വീഡിയോ ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് അസൗകര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയറിന് നമ്മുടെ ഇവിടെ റെസിഡൻഷ്യൽ കോളനിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, ന്യൂ ഇയർ ഡേ. അപ്പം ഇന്നലെ ആയിരുന്നു അത്, ജനുവരി 1 ആയിരുന്നു. നമ്മുടെ ജയരാജ് വാര്യർ ഷോ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹം നല്ല കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതും ഇടുന്നില്ല. പിന്നെ ഞാനൊരു 10-15 മിനിറ്റ് താമസിച്ചാട്ടോ അവിടേക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ കോളനിയുടെ ഉള്ളിൽ തന്നെയുള്ളൊരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. അപ്പം അവിടെ കേക്ക് മുറിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഇയർ ആണല്ലോ, അപ്പോൾ അതിൻ്റെ കേക്ക് മുറിക്കലും ഒക്കെ സംഭവമൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹമായിരുന്നു കേട്ടോ കേക്ക് മുറിച്ചത്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. എന്തൊക്കെ പാട്ടുണ്ടാക്കിയാലും മുമ്പിൽ വയലാറാട്ടോ, സംശയം അല്ലേ സാറേ? ഭക്തിഗാനം എഴുതി കഴിഞ്ഞാൽ വയലാറാണ് ഏറ്റവും വലിയ ഹിന്ദു കവി. തെച്ചി മന്ദാരം തുളസി എന്ന് പാടി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണെ. ശബരിമലയിൽ തങ്കസൂര്യോദയം. അതുപോലെ വൈക്കത്തപ്പനു ശിവരാത്രി വടക്കുംനാഥന് 7 പൊന്നാന പുറത്തെഴുന്നള്ളും കണി കാണുന്ന. ഏത് ഹിന്ദു ഭക്തിഗാനം എഴുതിയ ക്രിസ്ത്യ ഭക്തിഗാനം എഴുതിയ ക്രിസ്ത്യ കവിയാണ്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവ് എന്നെഴുതുമ്പോ നിത്യവിശുദ്ധ ക്രിസ്ത്യ കവി. മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്തു, അപ്പൊ മുസ്ലിമായി. കണ്ണിനും കണ്ണാടിക്കും കസ്തൂരി തൈലമിട്ട് മൂടി മീനും. അപ്പൊ നമുക്ക് തോന്നുന്നു ആൾ മുസ്ലിം. ഈ കുട്ടിക്ക് വേണ്ടി പാടുമ്പോ കുട്ടിയാണ് പരകായ പ്രവേശമാണ്. അങ്ങനെ കയറുകയാണ് കുട്ടിയുടെ മനസ്സിലേക്ക്. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും, അമ്പിളി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാനെപ്പ വരും. കേട്ടിട്ടുണ്ടോ അത്? ഏത് കുട്ടിയും കേട്ടിട്ടുണ്ടാവും. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും. അപ്പൊ കുട്ടിയും ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ടോ, അമ്മയുടെ മനസ്സോടുകൂടി അപ്പൊ അമ്മയാവും. മാലാഖമാർ വന്നു പൂവിടർത്തുന്നത് മകനേ അമ്മ. അപ്പൊ അമ്മയാവും. മകന്റെ ഭാഗത്ത് നോക്കുമ്പോ അമ്മേ, അപ്പൊ മകനാവും. മകന്റെ പരകായ പ്രവേശമാണ്. കൂട് വിട്ടം കൂടുകയുള്ളൂ. മകന് വേണ്ടി ആവുമ്പോ എന്താ പിന്നെ കാമുകനായ പിന്നെ പാട്ടേ ഉള്ളൂ. 1000 പാദസരങ്ങൾ പാരിജാതം തിരുമിഴി തുറന്നു, വെളുത്ത വാവിനേക്കാൾ വെളുത്ത നിറം ഇന്ദ്രവല്ലരിപ്പ്. ദുഃഖം പറയണ്ട. സന്യാസിനിയോ പ്രേമ ഭിക്ഷു. വിപ്ലവമാണെങ്കിൽ എത്ര കവികളുണ്ടാക്കില്ല. ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ. ഫിലോസഫറാണോ? ചിലപ്പോ ഫിലോസഫറാവും. തങ്കത്താഴിക കുടമല്ല ശാസ്ത്രജ്ഞൻ. കസ്തൂരിമാനില്ല കല്ലോലിനിയില്ല. ഇവിടെ ചന്ദ്രന്റെ നാട്ടില്. അപ്പൊ എന്താ സയന്റിസ്റ്റ് ആവും. ഫിലോസഫർ ആവുമ്പോ ഇതല്ല. ഇത് പ്രളയഭയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ. വരാറെല്ലാമായിരുന്നു. അത് ഇപ്പോഴത്തെ കാലത്തേക്ക് വേണ്ടി പ്രത്യേകിച്ചും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കു. അപ്പൊ അതുപോലെ എന്നാ മരിച്ചതെന്നറിയോ? 50 കൊല്ലം മുമ്പ്. 1 ഇഞ്ച് മാറിയിട്ടില്ല. പിന്നെ എനിക്ക് കൂടുതൽ പോയിട്ടുണ്ട്. കാളിന്തി കാളിന്തി ഭാഗ്യവതി, കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി, രാസവിലാസവതി രാഗിണി, രാധയെ പോലെ നീ ഭാഗ്യവതി.
നാടൻപാട്ട് മാലറപ്പാൻ വന്നിത് ഏത് വേണം? അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് തന്നെ ആവാം നാടൻ പാട്ട്. എത്ര കാലമായാലും തീരാത്ത ചില നാടൻ പാട്ടുകളുണ്ട്. അതിരുകാക്കും മലയൊന്ന് തുടുത്തേ തുടുത്തേ നഗതഗതാ. എപ്പോന്നു ഓ ഇല്ല അങ്ങ് കിഴക്കത്തെ ചെന്താമരക്കുളിരിന്റെ ഈറ്റില തണലില് പെറ്റുനോവിൻ പേരാറ്റുറവ ഒരുകിയൊലിച്ച് തകതകതാ. ചതിച്ചില്ലേ നീയും ചതിച്ചില്ലേ ചതിച്ചേ തകതകത. മനത്തുയർന്ന മനക്കോട്ടയല്ലേ തകർന്നേ തകതകത. ദാ പോരെ നന്നായി. ആലായാൽ തറ വേണം. വെറുതെ ഇരുന്നാ പറ്റത്തില്ല. അങ്ങനല്ല, ഒരു പരിപാടി നിർത്താൻ വേണ്ടിയുള്ള കൊട്ടാണ്. താളത്തിലായിക്കോട്ടെ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകമ്പുക ചന്ദനം വേണം. അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു മങ്ങാട്ടച്ചനുമായം നല്ലോ, മംഗല്യത്തിനു സ്വർണ്ണേ നല്ലോ, മങ്ങാതിരിപ്പാൻ നില വിളക്കു നല്ലോ. അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. പാല്യത്തച്ഛനുമായം നല്ലോ, പാലിൽ പഞ്ചസാര നല്ലോ, പാരാതിരിപ്പാൻ ചില പദവി നല്ലോ. വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആടായാൽ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം, നാട്ടിന് ഗുണമുള്ള പ്രജകൾ വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാലിനിമാർഗളായാൽ അടക്കം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുള്ളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. മങ്ങാട്ടച്ചനുവായും നല്ലോ, മംഗല്യത്തിന് സ്വർണ്ണേ നല്ലോ, മങ്ങാതിരിപ്പാൻ നില വിളക്കു നല്ലോ. പതയ്ക്കു ഭരതൻ നല്ലോ, പറവാൻ പൈകിളി നല്ലോ, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലോ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ഈ തറ അങ്ങോട്ട് പോട്ടെ. ഗുരുവായൂരപ്പന്റെ ഇപ്പൊ പാടിയത് കൃഷ്ണ ഗുരുവായൂരപ്പന്റെ കുറച്ചുകൂടി തന്നെ അയ്യരക്ക. എനിക്ക് അങ്ങനെ പാട്ടൊന്നും നിശ്ചയില്ല. പണ്ട് നമ്പൂരി കഥകളി കാണാൻ പോയ പോലെയാണ്. എല്ലാ കഥകളിക്കും നമ്പൂരി പോയിട്ട് മുമ്പില് കഥകളി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പോരുള്ളൂ. അപ്പോ നാട്ടിലൊരു ചെറിയ തർക്കം വന്നു. ഈ കൊല്ലം ദക്ഷയാഗം വേണോ അതോ ദുര്യോധനവധം വേണോ? തർക്കാമല്ലോ. ശരിയാവില്ല. അങ്ങനെ തർക്കമായിപ്പോ ഭയങ്കര തർക്കം. കമ്മിറ്റിക്കാർ രണ്ട് ചേരിയായി ചേർന്ന് ആട്ടി ബഹളായി. അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എല്ലാ കഥകളിക്കും പോണ നമ്പൂരിയോട് ചോദിക്കാം, നമ്പൂരിക്കാണുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പൊ നമ്പൂരി ഇല്ലത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളൊരു തർക്കം. എന്തിനാ തർക്കം? അല്ല, ഈ വർഷത്തെ കഥകളി ഏത് വേണം? ഒരു ചേരി പറയുന്നുണ്ട് ദുര്യോധനവധം വേണം, വേറെ ആൾക്കാര് ദക്ഷയാഗം വേണം എന്ന് പറയുന്നുണ്ട്. ഏത് കഥയപ്പോ നന്നാവുക? എനിക്ക് കുറിച്ചൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നിശ്ചയില്ല. ഏത് കഥയായാലും വിരോധമൊന്നുമില്ല, എനിക്ക് വിരോധമില്ല. അത് ചോദിക്കാനാ വന്നിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല. അതല്ല, ഇത് സ്ഥിരമായിട്ട് കാണാൻ പോണതാണല്ലോ തിരുമേനി. അപ്പൊ അങ്ങൊരു അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾക്ക് തർക്കം തീർക്കാം. അങ്ങാവുമ്പോ യോഗ്യനായിട്ട് ഒരാളാണ്. എനിക്ക് കഥകളി ഞാൻ കാണാറുണ്ട്, എനിക്കതങ്ങട്
അത്ര അങ്ങോട്ട് നിശ്ചയം പോരാ. അപ്പൊ എന്തിനാ എല്ലാ കഥകളിക്കും കൊല്ലങ്ങളായിട്ട് പോണേ? ഞാനേ കഥകളിക്ക് പോകുന്ന വെച്ചാൽ കഥകളി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പിൽ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ആ കളിവിളക്ക് ഒരു 6:30 ആകുമ്പോൾ ആ കളിവിളക്ക് കെടുമ്പോൾ ഒരു ഗന്ധമുണ്ടല്ലോ, അത് ശ്വസിക്കാനാണ് ഞാൻ പോണേ. അല്ലാണ്ട് വേറെ എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ ഒരു നമ്പൂരി പോണെന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് ആ കളിവിളക്ക് കെടുമ്പോൾ കൊന്നാൽ എന്ന് പറഞ്ഞവരെ എനിക്ക് അതിൽ നിന്നാണ് നമുക്ക് അയാൾക്കൊരു ഗന്ധമില്ല എന്നുള്ള വാക്കുണ്ട്. അയാൾക്കൊരു ഗന്ധമില്ല എന്ന് പറയില്ല. ആ ജയരാജ് അയാൾക്ക് ഒരു കാര്യത്തിൽ ഒരു ഗന്ധമില്ല കേട്ടോ എന്ന് പറയാനുള്ളതിന് കാരണം അതാണ്. അവന്റെ തലയൂരാൻ വെട്ടപ്പാട് അങ്ങനെ ഉണ്ടായതാണ്. തലയൂരാൻ വെട്ടപ്പാട് ഇപ്പൊ പറയില്ലേ, എന്താ പോയി ഒന്നും പറയണ്ട, ഹരിനഗറിലാ ജയരാജുവാരുടെ പരിപാടിയായിരുന്നു, അവിടെ തലയൂരാൻ പെട്ട ഒരു പാട്. എനിക്ക് പോയി അയാൾ വല്ലതും പറയും, ചാക്കിയന്മാരുടെ പോലത്തെ ഒരാളാണ്. തലയൂരാൻ പെട്ട പാടുണ്ടായത് ഒരു നമ്പൂരി ഒരു സ്ഥലത്ത് ഒരു ഇല്ലത്തെ 2 കാളക്കൂറ്റന്മാരെ മേടിച്ചു. കാളക്കൂറ്റന്മാരുടെ കൊമ്പ് ഇങ്ങനെ കാളന്മാര് ഉണ്ണിനമ്പൂരി പുതിയത് വാങ്ങിച്ചതാ. അപ്പൊ ഉണ്ണിയമ്പൂരി അതിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുക. ഉണ്ണി നല്ല കൊമ്പാണോ, നല്ല വാല്. അപ്പൊ കാളയടയ്ക്കാൻ നോക്കും പോയിരവിടുന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാളെന്ന് വെച്ചാൽ ഒരു ദിവസം ആരും കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ തലയിട്ട വഴിക്ക് കാളാ ഓട്ടം ലോകം മുഴുവൻ ഓടി. അപ്പൊ പറഞ്ഞു, രാമാ കേശവ അങ്ങനാ കാളൻ ചോദിച്ചാൽ ഉണ്ണിയെ കൊണ്ട് പോണോ? എന്താ ഉണ്ണി? അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ രാമനമ്പൂരി ചോദിച്ചു, വലിച്ചെടുത്തു. ചോദിച്ചു, എന്താ ഉണ്ണി ഇങ്ങനെയൊക്കെ ഒന്നും ആലോചിക്കാണ്ടേ? അപ്പൊ ഉണ്ണി പറയും, അത് മാത്രം അച്ഛൻ പറയരുത്, ഞാൻ 3 ദിവസം ഉറക്കൊഴിച്ചിരുന്ന് ആലോചിച്ചു, മുമ്പിൽ കൂടെ തലയിടണം, പിന്നിൽ കൂടെ തലയിടണം. സത്യമാണല്ലോ നമ്പൂരാരെ ഏറ്റവും ഏറ്റവും കേമായിട്ടുള്ള ആൾ. അതായത് ഈ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഇങ്ങനെ ഒറ്റ പിഴിഞ്ഞാൽ 7 ഇലയാണ്. വെള്ളത്തിൽ നമ്മൾ കല്ല് വിടണ വരെയാണ് 7 ഇല. അപ്പൊ ഉണ്ണിയമ്പൂരി ഇത് വിട്ട് കേമായി 7 ഇല കടന്നു. ഉണ്ണിയമ്പൂരി കരയാൻ തുടങ്ങി. അപ്പൊ എന്തിനാ ഉണ്ണി ജയിച്ചില്ല? എന്റെ അച്ഛനാണെങ്കിൽ അത് 37 ഇല കടന്നേനെ. എന്താ ഗുരുവായൂരപ്പ, ഏത് ഗുരുവായൂരപ്പന്റെ? സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പോൽഭാസി ബാലാന്തരം കാരുണ്യാകുല നേത്രമാദ്രഹസിതോല്ലാസം സുനാസാപൂടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. വരെ ഇതൊന്നും അറിഞ്ഞിട്ടല്ല അയാൾക്ക്. അതിന് ജയരാജുവാരെ വിളിക്കായിരുന്നു. എന്തിന്? എന്നൊരു പരിപാടി. അയാൾക്ക് അതിനെ കുറിച്ച് ഒരു ഗന്ധമില്ല. അല്ലെ സത്യം എനിക്കൊരു ഗന്ധമില്ല. ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരാൾ മനസ്സിലാക്കിയില്ല. പലർക്കും അവരവനെ അറിയില്ല. ആ വലിയ രാമനാ, താൻ എന്ത് തേങ്ങ രാമൻ. ചില ആൾക്കാരില്ലേ, ഞാൻ ഭയങ്കര യോഗ്യനാ. എന്ത് യോഗ്യൻ അല്ലെ? അയ്യർ സാറിനൊക്കെ അറിയാതെ ഭയങ്കര ചില ആൾക്കാരുണ്ട്, ഭയങ്കര അറിവുള്ള ആൾക്കാർ. ഒരു ചുക്കറി ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്തൊരാളുണ്ട്, പ്രസിഡന്റ് അസോസിയേഷനിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാം അറിയാവുന്ന വിചാരം, ഒരു തേങ്ങയില്ല. ആ വെള്ളം ഏത് വഴിക്കാൻ പോണേ, എവിടെ വെള്ളക്കെട്ട് വെച്ചാൽ ആവോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇവിടെ. ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടോ വെള്ളക്കെട്ട്? പക്ഷെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഞങ്ങളുടെ അവിടെയാണ് ഇപ്പോൾ. ഞാനൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? നോക്കുമ്പോ മലവെള്ളം പാഞ്ഞു വരിക. കൊടുങ്കാറ്റലറിപ്പേ മഴ പെയ്യും ഇടവപ്പാതിപ്പാതിരയിൽ. കവി പറഞ്ഞ പോലെ ആരാ പറഞ്ഞത്? ഇടശ്ശേരി പറഞ്ഞു. അതെ എനിക്ക് വിഷമൊന്നുമില്ല. അപ്പൊ എന്നാ ശരി കേട്ടോ, ആൽത്തറയ്ക്ക് പോകണം. അപ്പൊ ഒരാൾ പറഞ്ഞു ആൽത്തറയ്ക്ക് പോകണം. അതിപ്പം ഒരു ഓർമ്മയിലല്ലേ. ഏത് വടക്കേ ഭാഗത്ത് ആൽത്തറ, നായിക്കനല്ല ആൽത്തറയാണ്. ആൽത്തറ പോകണം, അവിടുന്ന് കോട്ടയത്തേക്ക് പോകണം. അപ്പൊ ഈ കമ്മിറ്റി മെമ്പർമാര്, നമ്മുടെ എല്ലാവരും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളൊക്കെ എന്തൊരു വീണ്ടും സൗന്ദര്യം കൂടി, വെളിച്ചം കൂടുന്നതോറും സൗന്ദര്യം ഇങ്ങനെ കൂടി വരിക. അത് എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും ആവണമെന്നാ ഞാനല്ല പറഞ്ഞത്, ഉറവ് പറഞ്ഞതാ കുട്ടികൃഷ്ണൻ സാർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജീവിതത്തിന്റെ MT സാറിൽ തന്നെ അവസാനിപ്പിക്കാം. ജീവിതത്തിന്റെ ഏതെങ്കിലും വഴിത്താരിയിൽ വെച്ച് നമുക്ക് വീണ്ടും ഉണ്ടാവും.
നന്ദി, നമസ്കാരം. അപ്പോൾ ഇനി പാടാൻ പോകുന്നവർക്കും അഭിനയിക്കാൻ പോകുന്നവർക്കും നിങ്ങളുടെയൊക്കെ പരിപാടിയില്ലേ? അപ്പോൾ അടുത്ത വാർഷികത്തിന് വരാം. എല്ലാവർക്കും ഒരിക്കലും കൂടി ഹൃദയം നിറഞ്ഞ നവവത്സരാശംസ.